പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളായിട്ടുള്ള 8 പ്രോപ്പർട്ടികളുണ്ട്. അത് 2 കൊല്ലത്തുണ്ട്, 2 ട്രിവാൻഡ്രത്തുണ്ട്, 2 കൊച്ചിയിലുണ്ട്, 2 കോഴിക്കോടുണ്ട്. അതിൽ കൊല്ലം ആണ് ഏറ്റവും ഹബ്ബായിട്ടുള്ളൊരു സാധനം. അവിടെ സിറ്റി സെൻറ്ററിൽ നിന്ന് ചിന്നക്കട സർക്കിളിൽ നിന്ന് 250 മീറ്റർ ദൂരെയും, റെയിൽവേ ടെർമിനലിൽ നിന്ന് പുതിയ റെയിൽവേ ടെർമിനലിൽ നിന്ന് 200 മീറ്റർ ദൂരെയും, ഉപാസന ഹോസ്പിറ്റലിൽ നിന്ന് 150 മീറ്റർ ദൂരെയും, ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് 30 മീറ്റർ ദൂരെയും, കുറവമ്പാലം ബസ് സ്റ്റോപ്പ് ജംഗ്ഷനിൽ 44.67 സെന്റ് സ്ഥലമുണ്ട്. ആ പ്രോപ്പർട്ടിക്ക് ഞാൻ ചോദിക്കുന്ന വാല്യൂ 16 കോടി രൂപയാണ്. 16 കോടി രൂപ. ചിന്നക്കടയിൽ നിങ്ങൾക്കറിയാമല്ലോ, 1 സെന്റ് സ്ഥലത്തിന് മോഹവില എന്ന് പറഞ്ഞാൽ 1 കോടി 2 കോടി വില വരും. അത് മെയിൻ റോഡ് കണക്കല്ല. ചിന്നക്കട സെൻട്രൽ, കാരണം വെച്ചാൽ മെയിൻ റോഡ് ക്രാംഡാണ്, പാർക്കിംഗ് സ്പേസ് ഇല്ല, അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. കാലത്ത് അറിയാം, ഒറ്റ റോഡ് ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ, 1 വേ ആണ്. ഇത് നല്ല വീതിയുള്ള റോഡാണ്, 4 റോഡ് വന്ന് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനാണ്. KSRTC ബസ് ഡിപ്പോയിൽ നിന്ന് പുള്ളിക്കട വരുന്ന റോഡ് ആ മീറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 75 മീറ്റേഴ്സേ ഉള്ളൂ. പിന്നീട് ആശ്രമത്തു നിന്ന് വരുന്ന റോഡാണെങ്കിൽ 150 മീറ്റേഴ്സ് ദൂരേ ഉള്ളൂ, ലിങ്ക് റോഡ് വഴി വരുന്നതാണെങ്കിൽ. പിന്നീട് ക്രേവൻ സ്കൂളിൻ്റെ പോയിന്റിൽ നിന്ന്, ചിന്നക്കടയിൽ നിന്ന് പോയിന്റ് ചെയ്ത് വരുവാണെങ്കിൽ കഷ്ടിച്ച് 100 മീറ്റർ പോലും ഇല്ല. ഇതാണ് പ്രോപ്പർട്ടിയുടെ പ്രോക്സിമിറ്റി. കടപ്പാക്കട ജംഗ്ഷനിൽ നിന്ന് 250 മീറ്ററും ചിന്നക്കട ജംഗ്ഷനിൽ നിന്ന് 250 മീറ്ററുമാണ് പ്രോപ്പർട്ടിയുടെ ഇത്. 16 കോടി രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. അത് മിനിമമാണ് കേട്ടോ. നോ നെഗോഷിയേഷൻസ് അലോ ബിലോ ദാറ്റ്. അത് ജൂലൈയിലാകുമ്പോൾ ഐ ആം ഗോയിങ് ടു ഗോൾഡ്മാൻ സാക്സ്. എൻ്റെ ബിസിനസ് പ്രോജക്ട്സൊക്കെ ഇവിടെ ഇന്ത്യയിലുള്ള അതേ കണക്ക് നിൽക്കും. ഗോൾഡ്മാൻ സാക്സിൻ്റെ വൈസ് പ്രസിഡന്റ് ഞാൻ പോവുകയാണ്. അപ്പോൾ ജൂലൈ 4th ഞാൻ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ 16 കോടി രൂപയാണ് ഞാൻ ചോദിക്കുന്ന പ്രൈസ്. അത് ഇറ്റ്സ് നോട്ട് നെഗോഷ്യബിൾ. ഇത് അപ്വേർഡ് ഇതിനകത്ത് ആർക്കുണ്ടെങ്കിൽ മാത്രം ശ്രമിച്ചാൽ മതി. 16 കോടി മിനിമം ഉള്ളവർ മാത്രം ശ്രമിച്ചാൽ മതി. ഒരു പാർട്ടായിട്ടുള്ളവർക്കാണെങ്കിൽ കൂടും. കാരണം 45 സെന്റ് പ്രോപ്പർട്ടിക്ക് ഞാൻ 16 കോടിയാണ് ചോദിക്കുന്നതെങ്കിൽ 10 സെന്റ് പ്രോപ്പർട്ടി ആകുമ്പോൾ അതിന് ചിലപ്പോൾ 4 കോടി വരെ തരേണ്ടി വരും. ഒരു 20 കോടി പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ ഒരു 7.5 കോടി തരേണ്ടി വരും. മനസ്സിലായോ? അതാണ് എൻ്റെ രീതി. എൻ്റെ ഇപ്പോൾ സെല്ലിങ്ങിൻ്റെ രീതി എങ്ങനെയാണ്? 45 ആണെങ്കിൽ 16, 30 ആണെങ്കിൽ ഒരു എത്രയാണ് പറയുക, 1 സെന്റിന് ഇപ്പം 44.67 സെന്റിന് 16 കോടി ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 34 ലക്ഷം അടുപ്പിച്ചാണ് വില ചോദിക്കുന്നത് അതിലൊരു സെന്റിന്. 30 സെന്റ് ആണെങ്കിൽ അത് 36 ആവും, 20 സെന്റ് ആണെങ്കിൽ അത് 38 ആവും, 10 സെന്റ് ആണെങ്കിൽ അത് 40 ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതാണ് ചെറിയ സൈറ്റുകൾക്ക് റേറ്റ് കൂടും. അപ്പോൾ ആവശ്യക്കാർ 4 കോടിയുള്ളവരും അതേ കണക്ക് തന്നെ 20 സെന്റ് ആണെങ്കിൽ 7.6 കോടിയുള്ളവരും, 30 സെന്റ് ആണെങ്കിൽ 36 ലക്ഷം രൂപ വെച്ച് 1 സെന്റിന് മേടിക്കാനുള്ളവരും, 45 സെന്റ് ആണെങ്കിൽ 16 കോടിയുള്ളവർക്കും വരാം. അതാണ് ബിഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വാല്യൂ കുറവാണ്. ഫ്ലാറ്റ്, വില്ല, ഹോട്ടൽ, ബാർ ഹോട്ടൽ എന്ത് നടത്താനും പറ്റിയ സ്ഥലമാണ്. പിന്നീട് കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസും ഉണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അതിനകത്ത് കുറേ ഫാബ്രിക്കേറ്റഡ് ആണ്. അത് സെയിലിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. 12 ലക്ഷം രൂപയുടെ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയൽ, പിന്നീട് ഏകദേശം 2,60,000 രൂപയുടെ പണി ചെയ്ത് വെച്ച മെറ്റീരിയൽ. അപ്പോൾ എല്ലാം കൂടെ ഒരു 15 ലക്ഷം രൂപ ആവും എല്ലാം കൂടെ അത് മേടിക്കണമെങ്കിൽ. അതായത് ഏകദേശം നിങ്ങൾക്ക് ഒരു 15,990 സ്ക്വയർ ഫീറ്റ്
റൂഫ് ഇടാനുള്ള മെറ്റീരിയലും സൈഡ് അടിക്കാനുള്ള ഗ്ലാഡിംഗ് ഷീറ്റും ഉണ്ട്. ഇതാണ്. പിന്നീട് ആ പ്രോപ്പർട്ടിയിൽ ഇനഫ് ആയിട്ടുള്ള പണിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളി ഡെവലപ്ഡ് ആണ്. ഏകദേശം 8.5 കോടി രൂപ ചിലവാക്കിയുള്ള ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്. പ്രോപ്പർട്ടിയുടെ ഫെയർ വാല്യൂ പ്രൈസ് തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് 7 crores. മനസ്സിലായില്ലേ? ഫെയർ വാല്യൂ പ്രൈസ് തന്നെ 7 crore ആണ്. അപ്പം അതിന്റെ മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി അറൌണ്ട് 21 crores അല്ലേ, അല്ലെങ്കിൽ 28 crores ആണ്. പക്ഷെ അത് മോഹവില ആണത്. പക്ഷെ ഇപ്പൊ സെല്ല് ചെയ്യാൻ ജൂലൈ 4th പോകാനുള്ളത് കൊണ്ട് മാത്രം അത് 16 കോടിക്ക് കൊടുക്കുക. എന്നിട്ട് 16 കോടി ഉണ്ടെങ്കിൽ എനിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചെന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് പറ്റും. മനസ്സിലായില്ലേ? 16 കോടിയിൽ ഏകദേശം ഒരു 12.5%. അതെന്ന് പറഞ്ഞാൽ എത്രയായി? ഏകദേശം 2 കോടി രൂപ എന്തായാലും പോക്കാണ്. അപ്പം 14 കോടി എനിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നോക്കൂ, 10 കോടിക്ക് തന്നെ ഏകദേശം 1,25,00,000 അല്ലേ? പിന്നീടുള്ള 6 കോടിക്ക് 12.5% ആകുമ്പോൾ ഇൻഡെക്സേഷൻ എടുത്താലും ഇല്ലെങ്കിലും കണക്കൊക്കെ സെയിമാണ് എല്ലാം. അപ്പോൾ പിന്നെ കാര്യമില്ല. കാരണം വെച്ചാൽ 150 years കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് കൻ ബൈ 16 crores ആണ് ഞാൻ ചോദിക്കുന്ന വാല്യൂ. ഇത് ഞാൻ ജൂലൈ 4th മുമ്പ് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ദെയർ ഓൾവേസ്. അത്രേ ഉള്ളൂ. അതോടെ ഡെവലപ്ഡായിട്ട് കിടക്കും. വാല്യൂ കൂടുന്നതനുസരിച്ച് കൂടും. അത്രേ ഉള്ളൂ. 32 lakhs per cent ആയിരുന്നു ഞാൻ ആദ്യം ഉപയോഗിച്ച പ്രൈസ്. ഞാൻ ആക്ച്വലി 25 ആണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ 30 പറയാൻ ഒരാളുണ്ടായിരുന്നു, 32 പറയാൻ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 60 crores ബ്ലാങ്കറ്റ് പ്രൈസ് വയ്ക്കാം. അതാണ് ഇതിങ്ങനെ വരാൻ കാരണം. അതായത് 10 cents വാങ്ങിക്കാൻ വരുന്നയാൾ 1 സെന്റ് 40 ലക്ഷം വെച്ചേ പറ്റൂ. അവിടെ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമല്ല, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വിൽക്കാനുള്ള സ്ഥലമാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അവിടുത്തെ ഏരിയ അപ്കമിങ് ആണ്. ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ, 12 നിലയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ 3 നിലയുടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, 2 ഹോം സ്റ്റേ ഉണ്ട്. പിന്നീട് ഒരു 4 നിലയുടെ ഒരു കോംപ്ലക്സ് ഓപ്പോസിറ്റ് ഉണ്ട്. പിന്നെ DHLന്റെയും അതുതന്നെ ബ്ലൂ ഡാർട്ടിന്റെയും ഓഫീസുണ്ട്. എല്ലാം വിതിൻ 10 to 15 മീറ്റേഴ്സിലാണ്. ഓപ്പോസിറ്റാണ്. ഈ സൈഡിൽ സിംസ് ഉണ്ട്. 25 മീറ്റേഴ്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിംസ് ഉണ്ട്. ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതുണ്ട്. അതുകൊണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ 16 കോടിക്ക് വളരെ ഡാം ചീപ്പ് പ്രൈസിനാണ് കൊടുക്കുന്നത്. എനിക്ക് ചിന്നക്കടയിലുള്ള 1 കോടി രൂപ വെച്ച് ചാർജ് ചെയ്താൽ അത് 45 കോടി രൂപയുടെ പ്രോപ്പർട്ടിയാണ്. അത് പക്ഷേ സെയിൽ നടക്കാൻ പ്രോസ്പെക്റ്റീവ് ആയിട്ട് നടക്കാൻ ചാൻസ് കുറവായതുകൊണ്ട് 50 ലക്ഷം രൂപ പോലും ചാർജ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിന് 22.5 കോടി കിട്ടേണ്ടതാണ്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ രീതി. 50 ലക്ഷം രൂപ ചാർജ് ചെയ്താൽ തന്നെ 22.5 കോടി കിട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് 16 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് 16 കോടി രൂപ ഉള്ള ആർക്കും ലോണായിട്ട് കിട്ടിയ പൈസയോ എങ്ങനെയാണെങ്കിലും റീഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാരെങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒഴിവാക്കി വസ്തു മേടിക്കാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കം ബൈ. ബ്രോക്കേഴ്സ് എക്സ്ക്യൂസ് കമ്മീഷൻ കിട്ടില്ല. ചില ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വിശ്വാസമുള്ള ചില ബ്രോക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ പ്രൈസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഫോളോവേഴ്സ് കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് പോസിറ്റീവ് ബയസ് ഉള്ളവരുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഓവർ. 180 crores ഡിസ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കോമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണിത്. ഇനിയുമുണ്ട് പ്രോപ്പർട്ടീസ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് മാത്രം സെല്ല് ചെയ്യുന്നുള്ളൂ. ഇനിയുള്ള 7 കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസും കൂടെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ ഒരു 200 crore അക്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 12.5% അടയ്ക്കുമ്പോൾ ഏകദേശം ഒരു 25 crores ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് അടയ്ക്കണം. പിന്നെ 180 crore ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ബിസിനസ്. മനസ്സിലായില്ലേ? ഒരു ബാക്കിയുള്ള 875 acres ആയിട്ടുള്ള കോക്കനട്ട് പ്ലാന്റേഷൻ തൊടുന്നില്ല. പിന്നെ ഓഗസ്റ്റിൽ എഴുതാൻ പോകുന്ന 435 സ്ക്വയർ ഫീറ്റ് അല്ല, സോറി, ഏക്കേഴ്സ് പിന്നെ കോക്കനട്ട് പ്ലാന്റേഷൻ എഴുതുകയും ചെയ്യും. ബട്ട് ദാറ്റ് വിൽ ബി ഡൺ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഞാൻ വന്നിട്ട് ഉള്ള കാര്യമേ ഉള്ളൂ. അപ്പം അതാണ് കാര്യങ്ങൾ. സോ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ. ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം.
സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യേണ്ട, പൈസ ഉള്ളതും സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻ്റർമീഡിയേറ്റേഴ്സ് വേണ്ട. ബയേഴ്സ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, ബിസിനസ്സിനകത്ത് റിയലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക. 16 കോടി മിനിമം വേണം. നിങ്ങൾക്ക് 4 കോടിയെങ്കിലും മിനിമം വേണം 10 സെൻറ്റ് മേടിക്കാൻ. 20 സെൻറ്റ് മേടിക്കാൻ നിങ്ങൾക്ക് 7.6 കോടി വേണം. 30 സെൻറ്റ് മേടിക്കാൻ അതേ കണക്ക് തന്നെ എത്രയാണ്, 10.8 കോടി വേണം. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ രീതി. 45 സെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാൻ നിങ്ങൾക്ക് 16 കോടി വേണം. അതാണ് എൻ്റെ രീതി. പ്ലോട്ടായിട്ട് പോവുകയാണെങ്കിൽ വാല്യൂ കൂടത്തേ ഉള്ളൂ. ഇത് റെക്ടാങ്കുലർ പ്രോപ്പർട്ടി, അത് അരുവ് കണക്ക് മുറിച്ചിങ്ങനെ വിൽക്കാം. 10 സെൻറ്റ് 10 സെൻറ്റ് 10 സെൻറ്റ് ഇങ്ങനെ 5 സെൻറ്റ്. ഇറ്റ്സ് ജംഗ്ഷൻ. അപ്പോൾ ഈ നേരത്ത് ദാറ്റ് ക്യാൻ ഫെച്ച് അപ്പ് ടു ഈവൻ 1 crore or 2 crore per cent. മനസ്സിലായില്ലേ? ഈ 40 സെൻറ്റ് കൊടുത്താലും പിന്നീട് 5 സെൻറ്റിന് പിന്നെ ബേസിക്കലി ദാറ്റ് ക്യാൻ ഗെറ്റ് 10 crore ഇൻ ഇറ്റ് സെൽഫ്. അപ്പം റീസെല് ചെയ്യുന്നവർക്കും ഡെവലപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും താല്പര്യപ്പെടാം. അവിടെ 40 സെൻറ്റ് പ്രോപ്പർട്ടി കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസ് ഏരിയ ആയിട്ട് ഏകദേശം ഒരു 13,800 സ്ക്വയർ ഫീറ്റ് വരെ ബേസ് ഏരിയ കെട്ടാം. ഫ്ലാറ്റ് കെട്ടാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ ഓൾറെഡി അവിടെ 12 സ്റ്റോറി ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ FSA ഗൈഡ്ലൈൻസ് പ്രകാരം അത് 22 സെൻറ്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. 22 സെൻറ്റിനും തികച്ചില്ല. ഇതിനെ ഡബിളുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് 24-25 സ്റ്റോറീസ് ഫ്ലാറ്റ് വരെ പറ്റും. അപ്പോൾ ഈ നേരത്ത് 13,800 എന്ന് പറയുമ്പോൾ നിങ്ങൾ 3,800 തന്നെ കോറിഡോറിനും ബാക്കിയുള്ള സ്പേസിനും വേണ്ടി ഒരു ഫ്ലോറിൽ വിടുവാണെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 2,500 4 ഫ്ലാറ്റുകൾ. അങ്ങനെ 25 ഫ്ലോറിൽ 100 ഫ്ലാറ്റ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് എല്ലാം കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ 13,800 × 25 അത് നമുക്ക് ഇങ്ങനെ കൂട്ടാം. 14,000 × 25 എന്ന് കൂട്ടാം. 40,000 × 25 എന്ന് പറയുമ്പോൾ അത് ഒരു സ്ക്വയർ ഫീറ്റിന് 1,200 റുപ്പീസിന് കൺസ്ട്രക്ട് ചെയ്ത് തരുന്ന ഒരു കോൺട്രാക്ടർ എനിക്കറിയാം. അപ്പോൾ ഐ വിൽ ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ദ കോൺടാക്ട്. അപ്പോൾ എനിബഡി വിത്ത് ഇനഫ് മണി ടു ഡെവലപ്പ് ദ ലാൻഡ് can also apply. അതാണ് കാര്യം. അതായത് 25 into 4 flats, each flats will go easily for 1.5 crores. അപ്പം 150 crore ആണ് അതിൽ നിന്നുള്ള റിട്ടേൺസ്. 60 crore സ്പെൻഡ് ചെയ്യുന്നു. ബിൽഡ് ചെയ്യാനോ 25 floors into 14,000 അങ്ങനെ തന്നെ കൂട്ടാം. ലെറ്റ് ബി ലൈക്ക് ദാറ്റ്. അതെന്ന് പറഞ്ഞാൽ എത്രയായി? 2,50,000 10,000 വെച്ച് കൂട്ടുമ്പോൾ തന്നെ 2,50,000 ആയി അല്ലേ? അതിനുശേഷം 4,000 ആകുമ്പോൾ എത്രയായി? അനദർ 10,000, 2,60,000 സ്ക്വയർ ഫീറ്റ്. 2,60,000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് 1,000 റുപ്പീസിനകത്ത് കെട്ടാൻ പറ്റി കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ റേഞ്ച്? ഇറ്റ്സ് ഓൺലി അറൌണ്ട് 30 crores അല്ലേ? അത്രേ വരുന്നുള്ളൂ. 30 crore ആവുന്നില്ല. അപ്പോൾ ഈ നേരത്ത് ദാറ്റ്സ് ദ തിങ് ഐ എം സെയിങ്. 30 crores, 16 crores, 46 crores ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റിംഗ് ദ റിട്ടേൺ മിനിമം നിങ്ങൾക്ക് 150 crore ആണ് റിട്ടേൺ കിട്ടുന്നത്. സോ ദ വെയിറ്റിംഗ് പീരിയഡ് ഇസ് 1 year. സോ യൂട്ടിലൈസ് ഇറ്റ് ആൻഡ് റീസെയിൽ ഇറ്റ് ഓൾസോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.